ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ പതിവ് കാഴ്ചകൾ തന്നെ അച്ഛൻ്റെ ഓഫീസിലോട്ട് പോകാൻ റെഡി ആവുന്നു. നിക്കു അച്ഛന് ടാറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ചേട്ടൻ റെയിൻ കോട്ടൊക്കെ ഇട്ട് പോകാൻ നിൽക്കുവാണേ. നിക്കു ദേ ബാക്കിൽ നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പോകുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, റിപ്പീറ്റേഷൻ ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ദേ നിക്കുവിൻ്റെ തലമുടിയൊക്കെ ഒന്ന് ചീകി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചിരുത്തിയേക്കുവാണ് കേട്ടോ. അപ്പം അവൾക്കിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വേവി ഹെയർ ആണ്. അവൾ ജനിച്ചപ്പോൾ ഉള്ളത് ഇച്ചിക്കൂടെ കേളി ഹെയർ ആയിരുന്നു, കുറച്ചുകൂടി ഇങ്ങനെ പിരിപിരാന്നുള്ള ഹെയർ ആയിരുന്നു. അത് മുട്ടയടിച്ച് 1 വയസ്സിന് മുട്ടയടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഇതുപോലത്തെ ഹെയർ ആയിരുന്നു, കുറച്ച് വേവി ടെക്സ്ചറുള്ള ഹെയർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഇയേഴ്സിന് ശേഷമേ അവരുടെ ഇതിൻ്റെ ടെക്സ്ചർ അറിയാൻ പറ്റുള്ളൂ കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ അവളുടെ ചെവിയിൽ മുടിയൊക്കെ വന്ന് കുത്തുന്നുണ്ട് കേട്ടോ വളർന്നിട്ട്. അങ്ങനെ ഞാനൊരു ചെറിയ ക്ലിപ്പൊക്കെ അവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. എത്ര നേരത്തേക്കെന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു കേട്ടോ, സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ ഓർഡറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നെയ്യാറ്റിൻകരയിലെ റാണിചന്ദ്രൻ എന്ന് പറഞ്ഞ ഷോപ്പ് കേട്ടോ. അത്യാവശ്യം സ്റ്റിച്ചിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ഒന്നുമല്ല, നമ്മുടെ അതിൻ്റെ ലേസും നൂലും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് പോവാം. എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ലേസസ് ആണ് കേട്ടോ. ഇപ്പം എൻ്റെ ഫോണിൽ അത്രയ്ക്കും നല്ല കളർ അല്ല, പക്ഷെ നല്ല കളർഫുള്ളാണ് കേട്ടോ. അപ്പം ഞാൻ ദേ കുറച്ച് കുഞ്ചലവും ഭയങ്കര സിമ്പിളായിട്ടുള്ള കുഞ്ചലവും ലേസും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ തന്ന ഒരു ഓർഡറാണ് കേട്ടോ. അവർ തന്നെ മെറ്റീരിയലൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഉണ്ട്. അപ്പം ഒരു സ്കേർട്ടിനും ടോപ്പിനും വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ബാക്കിൽ കുഞ്ചലം വെക്കാനും ലേസൊക്കെ വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അവൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വന്നതാണ്. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ചലവും സംഭവങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ കളക്ഷൻസാണ് കേട്ടോ. ഇത് ഒരുപാട് ബീഡ്സും സ്റ്റോണും എല്ലാം നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് വെറുതെയെങ്കിലും മേടിക്കാൻ തോന്നും കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പം ഷോപ്പിൽ ഒട്ടുമിക്ക സാധനങ്ങളുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഷോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ തിരിച്ചു പോണ വഴി ഞാൻ എന്തായാലും വണ്ടിയിൽ പോയില്ല, പക്ഷെ ഇങ്ങോട്ട് വന്നത് ഒരു ടക്കറിലായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ നല്ല തിരക്കും കുത്തി നെരിങ്ങാണ് വന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമേ അല്ല. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചങ്ങോട്ട് നടന്നു. എന്തായാലും വണ്ടിയിൽ പോയപ്പോൾ ബസ്സിലൊക്കെ നോക്കിയപ്പോൾ ബസ്സിലൊക്കെ ഭയങ്കര തിരക്ക്. അപ്പോൾ അതിൽ പോകുന്നതിനെക്കാട്ടിലും അങ്ങ് വെച്ച് പിടിച്ച് നടക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നു. എന്നിട്ടും നമ്മുടെ ഫുട്പാത്തിൽ വരെ ഭയങ്കര തിരക്കും വണ്ടികളൊക്കെ കയറ്റി ഒരു ബഹളമായിരുന്നു. എനിക്ക് വീഡിയോ പിടിക്കാനൊക്കെ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. അങ്ങനെ എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് കരുതി പിടിച്ചതാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്ന ഷോപ്പ് കേട്ടോ. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വെളിച്ചെണ്ണയും കൂടെ മേടിച്ചിട്ടുണ്ട്, അമ്മ മേടിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ചാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്, പക്ഷേ തീരുന്നതനുസരിച്ച് ഇങ്ങനെ മേടിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബാപ്പുജി ലൈൻ എത്തിയപ്പോൾ ഉള്ള എൻ്റെ സന്തോഷം, ഇങ്ങ് എത്തിയല്ലോ എന്ന്. പക്ഷെ ഒരാശ്വാസം, വെയിലൊന്നും ഇല്ലായിരുന്നു, അത്യാവശ്യം നല്ല കാറ്റുമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓടി വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ഞാനും ചേട്ടനും കൂടെ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് പുറത്തോട്ട് പോയി കേട്ടോ. നിക്കുനെ കൂട്ടിയിട്ടില്ല, കാരണം ഞങ്ങൾക്ക് 1-2 ഇടത്തോട്ട് പോകാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിക്കുനെ കൂട്ടാണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ എല്ലായിടവും അവളെ കൊണ്ടുപോകുന്ന പറ്റത്തില്ല. അപ്പോൾ ചേട്ടൻ ഓഫീസിൽ ചില ആവശ്യമായിട്ട് ഒരാളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ അവരുമായിട്ട് സംസാരിക്കുന്ന ടൈമിൽ ഞാൻ വെറുതെ അവിടെ വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. റോഡിലൊക്കെ വണ്ടിയും പോണതുമൊക്കെ വീഡിയോയും പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ നിക്കുവിനെ അവിടെ ഒളിച്ചിട്ടിട്ടാണ് കേട്ടോ വന്നത്. അമ്മമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ കാണാണ്ടാണ് വന്നത്. കണ്ടു കഴിഞ്ഞാൽ ആളെന്തായാലും കരയും, എവിടെ പോയാലും കൊണ്ടുപോകും കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് 2-3 ഇടത്ത് കയറി ഇറങ്ങാനുണ്ട്, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. അപ്പോൾ നിക്കുവിന് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ആയുർവേദ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കുവാണ്. സ്ഥിരമായിട്ട് മേടിക്കുന്ന കടയാണ് കേട്ടോ. അങ്ങനെ 1 കിലോ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പുള്ളത്. അടുത്ത് റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കും ആയാലും വലിയവർക്കായാലും ഒക്കെ അവിടെ രാത്രിയൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു പാർക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഒരു കോൾ വന്ന് ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അപ്പോളോ ഫാർമസിയിലോട്ട് കയറി കേട്ടോ. അതിൻ്റെ ലെൻസിൻ്റെ സൊല്യൂഷൻ തീർന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കണ്ണിനൊരു നല്ല പണിയൊക്കെ കിട്ടി ഇരിക്കുകയാണ്. അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഓഫർ ഒക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ട്. ചില സാധനങ്ങൾക്കാണ് കേട്ടോ ഓഫറിനുള്ള സാധനങ്ങളൊക്കെ അവരവിടെ ഇങ്ങനെ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെൻസിൻ്റെ സൊല്യൂഷൻ മേടിച്ചു കേട്ടോ.
അപ്പോൾ ഫുൾ ടൈം ലെൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് കണ്ണാടി വെക്കാമെന്നൊക്കെ കരുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മീൻ മേടിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് മീൻ മേടിക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല മീനാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്രഷ് മീൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ മേടിക്കും. എനിക്കായാലും ചേട്ടനായാലും മീൻ മേടിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ചന്തയിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് നല്ല മീനുണ്ടോ എന്നൊക്കെ നോക്കി മേടിക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല മീനും കിട്ടും. എന്തായാലും തൂക്കിയാണ് വെക്കുന്നത്, അപ്പം വലിയതൊന്നും വരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മേടിക്കുന്നത്. അത് അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കൊഞ്ചും ചാളയാണ് കേട്ടോ മേടിച്ചത്. നല്ല മീൻ തന്നെയായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ബോർഡൊക്കെ എഴുതി തൂക്കിയിരിക്കും, അതിൻ്റെ പെർ kg എത്രയാണ് വില എന്നൊക്കെ എഴുതിയേക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്താണ് കുഞ്ഞമ്മരെ വീട് എൻ്റെ. അപ്പം അവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി തല കാണിച്ച് നിക്കുവിനെ കൊണ്ടുവരാത്തതുകൊണ്ട് ഇറങ്ങിയൊന്നുമില്ല, പെട്ടെന്ന് പോയ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.